ഹലോ ഓൾ ദിവ്യസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജാനിക്കുട്ടിയുടെ ചോറൂണാണ്. ആദ്യമായിട്ട് ചോറ് കൊടുത്തത് ഗുരുവായൂരെന്ന് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തത് ചന്ദനക്കാവിലെ വീഡിയോ ആണ്. കാരണം എനിക്കത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയവും സൗകര്യമൊക്കെ എളുപ്പമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ചന്ദനക്കാവിലെ ചോറൂണ് ആണ് ആദ്യം ഞാൻ അപ്ലോഡ് ചെയ്തത്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ചോറ് കൊടുക്കുന്നതൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഗുരുവായൂർ പിന്നെ അതൊന്നും പറ്റില്ലല്ലോ, അകത്തേക്ക് വീഡിയോ ഒന്നുമില്ല, ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ആര്യഭവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അവിടെ ജാനിക്കുട്ടിയെ കിടത്തിയിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നുകൂടെ മാത്രമേ ജാനിക്കുട്ടിക്ക് ഇങ്ങനെ കിടക്കേണ്ടി വരുള്ളൂ. കാരണം ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഇത്തിരിയൊക്കെ ആയിട്ട് കഴിക്കാമല്ലോ. ഇതുവരെ അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ആൾ സഹകരിച്ച് സൈഡിൽ കിടന്നു. ഞങ്ങൾ ആ സമയത്ത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണ്. ഈ ഓൺ ദ വേ ഉള്ള ഈ ബ്രിഡ്ജ് എവിടെയാണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് പോകാൻ എളുപ്പം. അപ്പോൾ നിങ്ങൾ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ എത്തി ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൂമിലെത്തി. നമ്മളെപ്പം ഗുരുവായൂർ വന്നാലും റൂം എടുക്കാറുള്ളത് രുദ്രതീർത്ഥം, മമ്മിയൂരുള്ള രുദ്രതീർത്ഥം ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് തന്നെയാണ്. വളരെ നീറ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. അവിടെ നമ്മൾ അത്യാവശ്യം നമുക്ക് റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു റൂമാണ്. AC ആണെങ്കിലും നോൺ AC ആണെങ്കിലും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആര്യാസിനടുത്താണ്. അപ്പോൾ ആര്യാസ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ കണ്ടോ, ഞങ്ങൾ അവിടെ ചെന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അതിനുശേഷം ആര്യാസിൽ തന്നെ വന്നിട്ട് ആര്യാസിലെ ചായ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ എത്ര വേണമെങ്കിലും കുടിക്കും. പിന്നെ നമ്മൾ ഫ്രഷായി റെഡിയായിട്ട് വൈകിട്ട് അമ്പലം വരെ പോയി. ജസ്റ്റ് ഒന്ന് പുറത്തോടെയൊക്കെ തൊഴുതേ ഉള്ളൂ. കാരണം നാളെ അകത്ത് കയറി തൊഴാമല്ലോ ചോറൂണ് കഴിയുമ്പം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ തൊഴുതു. വഴിപാടൊക്കെ ആക്കാനുണ്ടായിരുന്നു. ഷീറ്റൊക്കെ ആക്കി ചോറൂണിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. എന്നിട്ട് കുറച്ച് നേരം അമ്പലത്തിൻ്റെ അതിലേക്ക് നടന്ന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ കുറച്ച് നേരം കണ്ടു. ആദ്യമൊക്കെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു ഡാൻസൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ അരങ്ങേറ്റം അവിടെ വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ പുതിയൊരു ഓഡിറ്റോറിയം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡാൻസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരുന്നാൽ പോരാനേ തോന്നില്ല. എന്നാലും നമുക്ക് സമയമില്ലല്ലോ, അപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഡാൻസൊക്കെ കണ്ട് തിരിച്ചു പോന്നു. വൈകിട്ട് പിന്നെ മസാല ദോശയാണ് കഴിച്ചത്. അതും വേറെ എവിടെ നിന്നുമല്ല, നമ്മുടെ ആര്യാസം തന്നെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം റെഡിയായി ചോറൂണിന് പോകണമാണ് കേട്ടോ ഈ ഭാഗം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അവിടെ തന്നെയാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ആര്യാസിൻ്റെ പ്രൊമോഷനായിട്ട് തോന്നും, പക്ഷേ അല്ല. നമ്മളവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിലെത്തി. രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ രാവിലെ 5:30 തൊട്ടിട്ട് ചോറൂണ് സ്റ്റാർട്ട് ചെയ്യും. നട തുറന്നിരിക്കുന്ന സമയത്തൊക്കെ ചോറ് കൊടുക്കാം. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സമയമോ മുഹൂർത്തമൊന്നും നോക്കണ്ട. ഞങ്ങൾ അകത്ത് കയറി ചോറ് കൊടുത്തു. ചോറും എടുത്തിട്ട് അകത്ത് കയറി ഭഗവാനെ നന്നായിട്ട് തൊഴുതു. ഞാനും ചേട്ടനും ജാനിക്കുട്ടിയും ഉണ്ടായിരുന്നു. ഇതുവരെ അത്ര സുഖമായിട്ട് തൊഴാനേ പറ്റിയിട്ടില്ല. അത്ര സുഖമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മാറുമെന്ന് പറഞ്ഞ് നമ്മളെ മാറ്റുമല്ലോ. എന്തായാലും അതൊന്നും ഇല്ലാണ്ട് വളരെ നന്നായിട്ട് തൊഴാൻ പറ്റി, ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച്. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. ഒരു ആ ഒരു സമയം 11-12 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ സ്ഥിരം മമ്മിയൂർ പോകുന്ന സമയത്ത് അവിടെ ജംഗ്ഷനിൽ ഒരു കടയുണ്ട് കേട്ടോ. ആ കടയിലാണ് ഞങ്ങൾ ഇടയ്ക്ക് പോയി ജ്യൂസൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങളൊരു ചായയും ഒക്കെ കുടിച്ചു. അവിടെ നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു പ്രത്യേക വൈബാണ് ആ ഒരു കടയിലിരിക്കുക. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും അവർ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി പിന്നെ തിരിച്ച് റൂമിലെത്തിയപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു എല്ലാം പാക്ക് ചെയ്യാൻ. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ജാനിക്കുട്ടി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഊണൊക്കെ കഴിച്ച് ക്ഷീണത്തിലൊന്ന് ഉറങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ആര്യാസിൽ തന്നെ കയറി ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് അവിടുത്തെ സദ്യയൊക്കെ ഇഷ്ടം. എനിക്ക് അവിടുത്തെ എല്ലാ ഫുഡും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനൊന്നും വലിയ ഇഷ്ടമല്ല. കാരണം ആളൊക്കെ ഈ സൗത്തേൺ സൈഡിലുള്ളതുകൊണ്ട് അവർക്ക് അവരുടെ രീതി വേറെ ആയതുകൊണ്ട് അത്ര വലിയൊരു താല്പര്യമില്ല. എന്നാലും ഇപ്പോൾ എൻ്റെ കൂടെ കൂടി കഴിച്ച് ഇപ്പോൾ ഇഷ്ടമായി തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ അതുപോലെ തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു ഭാഗമാണ് കേട്ടോ ഇത് നമ്മുടെ ചമ്രവട്ടം ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു സൈഡാണ്. ഭാരതപ്പുഴയാണ് ഈ കാണുന്നത്. നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു മഴക്കാലം ആയതുകൊണ്ട്. അപ്പോൾ അതിന് നല്ലൊരു വൈബായിരുന്നു ആ ഒരു സ്ഥലത്ത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സൈഡിലൊരു തട്ടുകടയിൽ കയറി ഞങ്ങൾ ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക്